നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 14 ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ധനുമാസം അവസാനിച്ച് മകരമാസം തുടങ്ങാൻ പോവുകയാണ്. മകരമാസത്തിന് പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ മകരം വരെയുള്ള മാസം ദക്ഷിണായന കാലമായിരുന്നുവെങ്കിൽ ഇനി ഉത്തരായന കാലമാണ്. ഉത്തരായന കാലം എന്ന് പറഞ്ഞാൽ എല്ലാ പുണ്യകർമ്മങ്ങളും തുടങ്ങുന്നതിനുള്ള അവസരമാണ് ഉത്തരായന കാലം. മകരം 1-ാം തീയതി ഉത്തരായനം ആരംഭിക്കും. അപ്പം നാളെ, അതായത് 2025 ജനുവരി 14-ാം തീയതി പുലർച്ചെ 5 നാഴിക കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതായത് മകരസംക്രമം നടക്കുന്നത് 8:57 AM രാവിലെ 8:57 AM മകരം 1-ാം തീയതി ആണ് എങ്കിലും നമ്മൾ മകരസംക്രമം, അപ്പോൾ ഈ 8:57 അതായത് രാവിലെ 8 മണിക്കും 57 സെക്കൻഡിനും ഇടയ്ക്കുള്ള സമയം ചൊവ്വാഴ്ച, മകരച്ചൊവ്വ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. എല്ലാവരും ഈ കൃത്യം ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ഈ സമയം കഴിയുന്നവരെല്ലാവരും വീടുകളിൽ ഒരു ദീപം തെളിച്ച്, അല്ലെങ്കിൽ പൂജാമുറിയിൽ ഒരു ദീപം തെളിച്ച് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവതിയെ കൂടി, അതായത് കുലദേവതയായ ഭദ്രകാളി അമ്മയെ, അതല്ലെങ്കിൽ ദേവിയെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുക. നമ്മൾക്ക് എല്ലാവർക്കും കരുതൽ നൽകുന്ന, എല്ലാ കവചവും നൽകുന്ന ഭദ്രകാളി സ്വരൂപത്തിൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച. മകരച്ചൊവ്വ എന്ന് പറയുമ്പോൾ എല്ലാ നെഗറ്റീവ്സും മാറുന്ന ദിവസമാണ്. ആ ദിവസം ഭഗവതിയെ, ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ചാൽ, പൂജകളൊക്കെ ചെയ്താൽ കൂടുതൽ എല്ലാ ദോഷങ്ങളും മാറി തെളിമ വരുന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മകരച്ചൊവ്വ നാളിൽ, അതായത് പുലർച്ചെ 8:57 ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാവരും ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. അന്ന് ഈ സമയം പുണർദം നക്ഷത്രം കുറച്ച് സമയം കൂടിയുണ്ട്. ഒരു 9-9:30 വരെ പുണർദമാണ്. പക്ഷെ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാന പാദമാണ്, അതായത് ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ്. കർക്കിടകൻ രാശി എന്ന് പറയുന്ന പുണർദവും പൂയവും ആയില്യം, പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യം ചേരുന്ന സമയമായതുകൊണ്ട്, ചേരുന്ന 2.25 നക്ഷത്രമായതുകൊണ്ട് ധനുസ്, അതായത് മകരസംക്രമം നടക്കുന്നത് കർക്കിടകം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോഴാണ്. കർക്കിടകൻ രാശി ചൊവ്വ അത്ര എല്ലാവർക്കും ഗുണം ചെയ്യുന്നതല്ല. നീചരാശിയാണ്, ചൊവ്വയുടെ നീചരാശിയാണ് കർക്കിടകൻ രാശി. അവിടെ സ്വക്ഷേത്ര ബലവാനായി ചന്ദ്രൻ നിൽക്കുന്നു. സ്വക്ഷേത്ര ബലവാനായി ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ഒരു സംയോഗമാണ്. അപ്പോൾ ചന്ദ്ര മംഗല യോഗം എന്നൊക്കെയാണ് പറയും. ഭയങ്കര സന്തോഷം എല്ലാം. അപ്പോൾ ഈ 2 യോഗങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവുണ്ട്. ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിന് പ്രാർത്ഥിക്കാം. നമുക്ക് കവചം കിട്ടുന്ന ദേവിയിലെ മഹാത്മ്യത്തിലെ കവചം വായിച്ച് നമുക്കെല്ലാവർക്കും സ്വയം ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ നേടാം. കരുത്ത്, രോഗം കൊണ്ട് വലയുന്നവർക്ക് രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം വരുന്ന ദിവസമാണ്. നല്ല കച്ചവടങ്ങൾ നടത്താൻ പറ്റുന്ന പാനീയങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വളരെ ശുഭമായ ദിവസമാണ്. അതായത് ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും കൂടെയുള്ള ആ യോഗം വരുന്ന ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മകരം 1-ാം തീയതി മാട്ടുപൊങ്കൽ, അതുപോലെ തന്നെ മകരച്ചൊവ്വ, ഒരുപാട് വിശേഷങ്ങൾ, ഉത്തരായനത്തിൻ്റെ പുണ്യം ഒക്കെ തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് ഭദ്രകാളി 10 ചൊല്ലുക, ഭദ്രകാളി 10 ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഭദ്രകാളി സ്തവങ്ങൾ ചെയ്യുക, കാളിയും ദേവിയും മനസ്സിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കാളി ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് അവിടെ ഗുരുതിക്കൂട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, അതുപോലെയുള്ള മാടായിക്കാവ്, മലയാലപ്പുഴ, മാങ്ങോട്ടുകാവ് തുടങ്ങിയ പ്രധാന ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ യഥാശക്തി വഴിപാടുകൾ കഴിക്കാൻ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക, ചുവന്ന പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഗങ്ങളും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ
ഒക്കെ മാറിക്കിട്ടുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും കൃഷ്ണപക്ഷ പ്രഥമയാണ്. അതായത് 2025 ജനുവരി 13 ധനുമാസം തീരുമ്പോൾ പൗർണമി അന്ന് 5:50 5:55 PM 13 5:55 PM ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുകയും ആ ചന്ദ്രൻ്റെ എല്ലാവരും പൗർണമി നാളിൽ പ്രാർത്ഥനയെല്ലാം ചെയ്തതിന് ശേഷം തങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ആ എത്രമാത്രം ബാധ്യതകളുണ്ടോ ആ ബാധ്യതകളെല്ലാം തീരാൻ കൃഷ്ണപക്ഷത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ബാധ്യതകൾ എങ്ങനെ ആ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ തേഞ്ഞ് അമാവാസ്യയാകുമ്പോഴേക്കും ചന്ദ്രൻ ഇല്ലാതാവുന്നത് പോലെ, അമാവാസ്യയിൽ നമ്മൾ ചന്ദ്രനെ കാണുന്നില്ലല്ലോ, ആ അതേപോലെ അവസ്ഥയിൽ എല്ലാവരും സാമ്പത്തികം കൊണ്ട് വലയുന്നവർ, കടം കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരൊക്കെ എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർ, ലോണ്, ഇപ്പോൾ വാഹനങ്ങളുടെ ലോൺ ഉണ്ടാവാം, വീടിൻ്റെ ലോൺ ഉണ്ടാവാം, മറ്റുള്ളവരോട് കടം വാങ്ങിയ പൈസ കൊടുക്കാനുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടാകും, കുട്ടികൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടാകും. ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ നാളിൽ തൊട്ട് പ്രത്യേകം ആ ഒരു ചന്ദ്രോദയ സമയത്ത്, ചന്ദ്രോദയ സമയം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിക്കുന്ന സമയം പൗർണമി നാളിൽ 5:55 അത് കഴിഞ്ഞുള്ള സമയമാണ്. അപ്പോൾ വൈകിട്ടൊരു 6-6:30 തൊട്ടിട്ട് നമ്മുടെ നിത്യപ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോഴേക്കും വരാഹി ദേവിയെ കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 14 ദിവസം കഴിയുമ്പോഴാണ് അമാവാസി വരുന്നത്. പക്കം 14 കഴിയുമ്പോഴാണ് വാവ് വരുന്നത്. അപ്പം അടുത്ത അമാവാസി വരുന്നത് വരെ എല്ലാ ദിവസവും വരാഹി ദേവിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരെല്ലാവരും അതിന് പ്രത്യേകമായി ഒരു മന്ത്രം തന്നെ നിത്യം ജപിക്കുക. അതായത് പെട്ടെന്ന് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി തീർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. ഓം ഉഗ്രവാരാഹ്യേ, ഓം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ, ഓം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ. പിന്നെയോ അമ്മയെ മനസ്സിൽ അങ്ങോട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ കാമേശി കാമവരതേ, അമ്മയുടെ നമ്മുടെ ആഗ്രഹം ഈ ബാധ്യതകളെല്ലാം തീർന്നു തരണം. കാമേശി കാമവരതേ നമോം നമ എന്ന മന്ത്രം കഴിയുന്നത്രയും ഒരു 108 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ, അതിന് പ്രത്യേകിച്ച് വിളക്കൊക്കെ കൊളുത്തി ഉപചാരങ്ങളൊന്നുമില്ലാതെ ആ നിത്യപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ്, ഒരു അരമണിക്കൂർ സമയം വരാഹി ദേവി, സാമ്പത്തിക പ്രതിസന്ധി വല്ലാത്തൊരു പ്രതിസന്ധിയല്ലേ, സ്ഥലമൊക്കെ ഉണ്ട്, വിൽക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ക്രയവിക്രയങ്ങൾ നടന്നാൽ ഈ ബാധ്യതകളെല്ലാം തീരും. അപ്പോൾ ബാധ്യതകൾ തീരണമെന്ന് ആഗ്രഹിക്കവർ അവരുടെ ബാധ്യതയുടെ കാഠിന്യത്തിനനുസരിച്ചിട്ട് 108 പ്രാവശ്യമോ 148 പ്രാവശ്യമോ മുടങ്ങാതെ അമാവാസി നാൾ വരെ പ്രാർത്ഥന തുടരൂ. തീർച്ചയായും അമാവാസിയിൽ ചന്ദ്രൻ ഇങ്ങനെ ഇല്ലാതാവുന്നത് പോലെ നമ്മളുടെ കടങ്ങളുടെ അളവ് കുറഞ്ഞ് നമുക്ക് പൂർണ്ണമായും കടമില്ലാതാവാൻ അമ്മ എന്തെങ്കിലും ഒരു മാർഗം തെളിയിച്ചു തരും. തീർച്ചയായും ഇതൊന്ന് ശീലമാക്കും. ഓം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ കാമേശി കാമവരതേ നമോം നമ. ഓം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ കാമേശി കാമവരതേ നമോം നമ എന്ന് 108 പ്രാവശ്യം മുടങ്ങാതെ ജപിക്കൂ. ഈ ഉത്തരായനകാല പുണ്യം തുടങ്ങുമ്പോൾ സാമ്പത്തികം കൊണ്ട് വലയുന്നവർ അവസാനം ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നതിന് മുമ്പായി നമ്മൾ പ്രാർത്ഥനകളിലൂടെ ഈ ദേവിയെ വിശ്വസിച്ചുകൊണ്ട്, വരാഹി ദേവിയെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്യൂ. തീർച്ചയായും ഫലം കിട്ടും. ഇനി വരാഹി ദേവിയെ മാത്രമല്ല, പകൽ സമയം നമ്മൾ നിത്യപ്രാർത്ഥനകളുടെ ഒപ്പം തന്നെ ദേവീ മാഹാത്മ്യം വായിക്കാൻ തുടങ്ങുക. കൃത്യമായി ദേവി മഹാത്മ്യം 13 അധ്യായമാണ്. ഈ 13 അധ്യായം ഓരോ അധ്യായം ഓരോ ദിവസം വായിക്കുമ്പോൾ അമ്മ ചന്ദ്രനുമായിട്ട് ദുർഗാദേവിയുമായിട്ട് ദേവി മഹാത്മ്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ
ദേവീമാഹാത്മ്യത്തിലെ 13 അധ്യായവും 13 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അസ്വാസ്ഥ്യം കൊണ്ടോ അസ്വകര്യം കൊണ്ടോ മുടങ്ങിപ്പോയാൽ ആ ഒരു ദിവസത്തെ നമ്മൾക്ക് തള്ളിക്കൊണ്ട് 14 ദിവസം കൊണ്ട് ദേവീമാഹാത്മ്യം മുഴുവൻ വായിച്ച് തീർക്കാം. 13 അധ്യായം 14 ദിവസം കൊണ്ട് വായിച്ച് തീർക്കൂ. അല്ലെങ്കിൽ 13 ദിവസം കൊണ്ട് വായിച്ച് തീർത്തവർ ഒരു വട്ടം 14-ാം തീയതി 14-ാമത്തെ ദിവസം അമാവാസി ദിവസം പൂർണ്ണമായി വായിച്ച് തീർക്കൂ. ഇതൊരു ശീലമാക്കൂ. തീർച്ചയായും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. ഉത്തരായനത്തിൻ്റെ പുണ്യവും മകരം മാൻ പോലെയാണ്. മകരമാസം ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മകരമാസം ഓടിപ്പോകുന്നതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളും ഓടി ഇല്ലാതാവട്ടെ. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. മകരജ്യോതി നാളിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. രാവിലെ മകരസംക്രമ സമയത്ത് ഒരു ദീപം തെളിച്ച് അധിക സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് നേരം ആ കൃത്യസമയത്ത് 8:57 ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കുള്ള ആ സൂര്യൻ്റെ ആ രാശിമാറ്റത്തെ ഒന്ന് ബഹുമാനിക്കുക. വൈകുന്നേരം മകരജ്യോതിസ് എന്ന് പറഞ്ഞ പ്രപഞ്ചമെല്ലാം നോക്കി നിൽക്കുന്ന ആ അയ്യപ്പസ്വാമിയുടെ ആ മകരജ്യോതിസിൻ്റെ സമയം നമ്മളും 6:30 ഒരു ദീപം തെളിച്ച് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനകളുടെ ഫലം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ച് അറിയാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.